ഹലോ ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ മോനും ഒന്ന് പുറത്ത് പോയതാണ്. സാധാരണ ഞങ്ങൾ കൊടുങ്ങല്ലൂരൊക്കെ വരുമ്പോൾ അങ്ങനെ പോവാറുണ്ട്. പക്ഷേ ചെറുത് ജനിച്ചതിന് ശേഷം അധികം കാര്യമായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്ന കാരണം റോഡ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രൂട്ട് ബേയിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് ബേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഈ ഹൈവേൻ്റെ പണി നടക്കുന്ന കാരണം നമ്മൾ വളഞ്ഞ് തിരിഞ്ഞൊക്കെ വരണം. എല്ലാവരും ബ്ലോക്കായി, ഒരു രക്ഷയില്ല. കാലത്ത് പോണ വഴിയായിരിക്കില്ല തിരിച്ചു വരുമ്പോൾ വരേണ്ടത്. ഞങ്ങളെപ്പോഴും കൊടുങ്ങല്ലൂർക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾ ഈ കൊടുങ്ങല്ലൂരൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകും. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ കൊല്ലാക്കൊട്ടോട് പോയത് ഒരു ഫീൽ. ഫ്രൂട്ട് ബേ എത്തിയിരിക്കുന്നു ഗൈസ്. എങ്ങനെയൊക്കെയോ ചാവാണ്ടെത്തി ഗൈസ്. ഓപ്പൺ ആണ്, ആകെ 2 ആൾക്കാരുള്ളൂ. ഇല്ല, ഫലൂദാസ് എന്ത് ഫലൂദയുടെ കരിയനാണ്. ഫ്രൂട്ട് ബേ കാട്ടിൻ്റെ ഉള്ളിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട് ബേൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. അവിടെ ചെന്നപ്പോൾ തന്നെ നോക്കിയപ്പോൾ ഫലൂദ, ഏത് ഫലൂദ എടുത്താലും 149 രൂപ. അത് ഓഗസ്റ്റ് 10 വരെ അവിടെ ഓഫറുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മെനു എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മെയിനായിട്ട് വാഫിൾസ് വാങ്ങാമെന്ന് വിചാരിച്ചാണ് പോയത്. ഒരു പ്രാവശ്യം ഞങ്ങളവിടെ പോയപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അത് പാപി ചെന്നിടം പാതാളം എന്ന് പറയണ പോലെ ഞങ്ങളവിടെ ചെന്നപ്പോൾ അതുണ്ടായിരുന്നില്ല. സൂപ്പർ ആംബിയൻസ് ആണ് കേട്ടോ, നല്ല സൈലൻസ് ആണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു 2 പെൺകുട്ടികളും ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 ഫലൂദയും ഒരു സൺഡേ ആണ് വാങ്ങിയിരുന്നത്. ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ ആൾക്കാരായ കാരണം അതൊരു അബദ്ധമായി പോയിട്ട് ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് മാത്രം വാങ്ങിയുള്ളൂ. അച്ഛനും അമ്മയ്ക്കുള്ള പാർസൽ ഞങ്ങൾ വാങ്ങി വെച്ചിരുന്നു, അതും ഫലൂദ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഹണി കേക്ക് വാങ്ങിയിരുന്നു. ഡ്രൈ ആയിരുന്നു കേക്ക്, പക്ഷേ ഈ ഒരു കുഞ്ഞ് പീസിന് തന്നെ 150 രൂപയായിരുന്നു. ഞങ്ങളതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്കിഷ്ടമായി, പക്ഷേ മോന് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല. അവൻ കുഴപ്പമില്ല എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പക്ഷേ വലിയ ആദ്യം കഴിക്കണേൻ്റെ അതൊന്നും പിന്നെ നമ്മൾ സാധാരണ നമുക്ക് കേക്ക് തിന്നാൽ നമ്മൾക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാവില്ല. ആ ഒരു ഇതില്ല, ഫസ്റ്റത്തെ ആ ഫീലിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, ഞങ്ങളത് എങ്ങനെയെങ്കിലും അത് ഞങ്ങൾ തിന്ന് തീർത്തു ആദ്യം തന്നെ. പൊതുവേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നല്ല സ്മൂത്ത് മ്യൂസിക്കും ഒക്കെ വെച്ചതാണ് കാണാറ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഫ്രൂട്ട് ബേയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെസേർട്ട്സും ഐസ്ക്രീംസും ഫലൂദാസും എല്ലാവരും ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമാവും. നല്ല റേറ്റും ഉണ്ട്, റേറ്റ് ഇല്ലാതെ ഞാൻ പറയണില്ല. ഇതുപോലെ ഇടയ്ക്ക് ഓഫറൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഷ്ടമാവും. പൊതുവേ ഇവിടുത്തെ ഫലൂദയ്ക്ക് ഈ റേറ്റ് അല്ല, ഒരെണ്ണത്തിന് 250 രൂപ. ആ റേറ്റിൽ നിന്നൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യണത്. എന്നാലും ഇടയ്ക്കൊന്ന് കഴിക്കാൻ ഒരു വെറൈറ്റിയാണ്. അങ്ങനെ പിന്നെ ഷോർട്ട്സൊക്കെ ഉണ്ട്, ജ്യൂസുകൾ ഷോർട്ട്സായിട്ട് 4 കുഞ്ഞ് ചില്ല് ഇതിൽ. പിന്നെ പുള്ളപ്പ് ഐസ്ക്രീം പോലത്തെ അതൊക്കെ തുടങ്ങിയപ്പോൾ നല്ല ഫേമസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അത് കഴിച്ചിട്ട് അത്ര ഇഷ്ടമായിരുന്നില്ല. എന്താ വെച്ചാൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഭയങ്കര മധുരം, നമുക്ക് വല്ലാത്തൊരു, അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തില്ല എന്ന് പറഞ്ഞതാണ്. മഴക്കാലവും പിന്നെ തണുപ്പ് കഴിക്കണം കാരണം ഞങ്ങൾ ഒരു മസാല ടീ ഓർഡർ ചെയ്തിരുന്നു. ഒരെണ്ണം ഓർഡർ ചെയ്തുള്ളൂ. എന്താ വെച്ചാൽ മോൻ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിഞ്ഞൂടായിരുന്നു. എനിക്കിഷ്ടമായി, എനിക്ക് ഇങ്ങനത്തെ ടീകളൊക്കെ ഇഷ്ടമാണ്. അവന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ കൊടുത്തപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു വേണ്ട, അമ്മ തന്നെ കുടിച്ചു വന്നു. അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച കാരണം ഞാനത് കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പതുക്കനെ ടൈം എടുത്ത് ഞങ്ങളുടെ ഫലൂദയൊക്കെ കഴിച്ച് പാമ്പേരെ വിഴുങ്ങിയ പോലെ ആയിപ്പോയി. ഞങ്ങൾ പതുക്കനെ കഴിച്ചോളൂ കേട്ടോ. ഒരു ധൃതി ഉണ്ടായിരുന്നില്ല, അവിടെ തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സമാധാനമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, മസാല ചായയൊക്കെ കുടിച്ചു, ഒന്ന് റിലാക്സ്ഡായി. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് അവിടെ ഒരു ബുക്കിൻ്റെ സെക്ഷനും ഉണ്ടായി, വരുന്നവർക്കൊക്കെ വായിക്കാൻ വേണ്ടി. പക്ഷേ ആരും അങ്ങനെ വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നല്ല അത്യാവശ്യം കുറച്ച് കളക്ഷൻ ഉണ്ട് ബുക്കിൻ്റെ. അത് കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ വെച്ചിരിക്കണം, നല്ലൊരു എസ്തറ്റിക് ഒരു ഫീല് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോയി. പക്ഷെ പോണേക്ക് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതാണല്ലോ മെയിൻ നമ്മളവിടെ പോയത്.
ഇത് ചേരമാൻ ജുമാ മസ്ജിദാണ്. ഇത് ഇന്ത്യയിലത്തെ ഏറ്റവും ഫസ്റ്റ് മോസ്ക് ആണെന്നാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ആകെ നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. അതൊരു അനുഗ്രഹം തന്നെയാണ് ഇതിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നത്. ഞങ്ങളുടെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾക്കുള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ പുറമേ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. സ്കൂൾ തുടങ്ങിയിട്ട് അവൻ്റെ സ്പെക്സ് ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വലിയ സ്പെക്സ് വേണം, കണ്ണ് മുഴുവൻ നിറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടൊരു ഞങ്ങളൊരു കണ്ണട ഷോപ്പിലും കൂടെയും പോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് മോന് ചെറുതിന് 2 ഡ്രസ്സും വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. ഞങ്ങൾ അവനെ ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. വന്നപ്പോഴേക്കും നോക്കിയപ്പോൾ ആൾ എണിച്ചിരിക്കണം. പക്ഷേ ഞങ്ങളൊരു ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവന് വേണ്ടി 2 ഡ്രസ്സ് വാങ്ങിയാണ് വന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളെല്ലാം മറക്കും. അച്ഛടെ അമ്മയുടെ ഇത് നോക്കിയേ. അയ്യോ അയ്യോ നീയല്ലേ അച്ചോ ഉറങ്ങി എൻ്റെ ഉഷാറായില്ലേ എന്താ ചെയ്താലും നീ വെച്ചോക്ക്.